നമ്മൾ സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള ജെയിംസ് ബോണ്ട് കഥകളെ പോലും വെല്ലുന്ന ഒരു റിയൽ ലൈഫ് സ്പൈ ത്രില്ലർ നമ്മുടെ കൺമുന്നിൽ അനാവരണം ചെയ്യപ്പെടുകയാണ്. സ്ഥലം ഇറ്റലിയിലെ മനോഹരമായ ലേക്ക് മാഗിയോറെ. 2023 മെയ് മാസം അവിടെ ഒരു ടൂറിസ്റ്റ് ബോട്ട് മറിയുന്നു. കുറച്ചുപേർ മരിക്കുന്നു. ലോകം അതൊരു സ്വാഭാവികമായ അപകടമായി കണ്ടു. എന്നാൽ 3 വർഷങ്ങൾക്കിപ്പുറം, അതായത് ഇന്ന് 2026 ഏപ്രിലിൽ ഇസ്രായേലിലെ ചാരസംഘടനയായ മൊസാദിന്റെ ചീഫ് ഡേവിഡ് ബാർണിയ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. ആ അപകടത്തിൽ മരിച്ചവരിൽ ഒരാൾ വെറുമൊരു ടൂറിസ്റ്റ് അല്ല, മറിച്ച് ഇറാനെതിരെയുള്ള ഇസ്രായേലിന്റെ വലിയ യുദ്ധതന്ത്രങ്ങൾക്ക് അടിത്തറയിട്ട മൊസാദിന്റെ ഏറ്റവും കരുത്തുറ്റ ഒരു ഏജന്റ് ആയിരുന്നു. ഏജന്റ് എം എന്ന് ബാർണിയ വിശേഷിപ്പിച്ച ഈ വ്യക്തി ആരാണ്? ഇറ്റലിയിലെ ആ തടാകത്തിൽ അന്ന് സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ ഗതി മാറ്റിയ ആ ഇറ്റാലിയൻ കണക്ഷൻ എന്താണ്? പരിശോധിക്കാം. ആദ്യം നമുക്ക് ഈ സംഭവത്തിന്റെ പശ്ചാത്തലം ഒന്ന് നോക്കാം. 2026 ഏപ്രിൽ 21 ഇസ്രായേലിലെ മെമ്മോറിയൽ ഡേ ചടങ്ങിലാണ് മൊസാദ് തലവൻ ഡേവിഡ് ബാർണിയ ആ ഒരു ഞെട്ടിക്കുന്ന പ്രസ്താവന നടത്തിയത്. ഇസ്രായേലിന്റെ ഓപ്പറേഷൻ റൂറിംഗ് ലയൺ എന്ന ഇറാൻ വിരുദ്ധ ദൗത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഇസ്രായേലിന് പുറത്തുവച്ച് കൊല്ലപ്പെട്ട ഏജന്റ് എമ്മിനെ കുറിച്ച് അദ്ദേഹം വികാരാധീതനായി സംസാരിച്ചു. ബാർണിയ പറഞ്ഞത് ഇങ്ങനെയാണ്: എം നയിച്ച ദൗത്യങ്ങൾ ക്രിയേറ്റിവിറ്റിയും ബുദ്ധിയും അത്യാധുനിക സാങ്കേതിക വിദ്യയും ചേർന്നതായിരുന്നു. ഇറാനെതിരെയുള്ള നമ്മുടെ നീക്കങ്ങളുടെ വിജയത്തിന് പിന്നിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട്. ഇവിടെയാണ് ട്വിസ്റ്റ്. ബാർണിയ ആ ഏജന്റിന്റെ പേരോ സ്ഥലമോ വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും ഇസ്രായേൽ മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഈ ലിങ്ക് കൃത്യമായി പിടിച്ചെടുത്തു. ഇത് 2023 മെയ് 28 ഇറ്റലിയിലെ ലേക്ക് മാഗിയോറയിൽ ബോട്ട് അപകടത്തിൽ മരിച്ച എറസ് ഷിമോണി എന്ന മൊസാദ് ഏജന്റ് തന്നെയാണ്. അന്നത്തെ ആ അപകടത്തിൽ 4 പേരാണ് മരിച്ചത്. അതിൽ ഷിമോണിയെ കൂടാതെ 2 ഇറ്റാലിയൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും ബോട്ട് ക്യാപ്റ്റന്റെ ഭാര്യയായ ഒരു റഷ്യൻ യുവതിയും ഉൾപ്പെട്ടിരുന്നു. ഇനി നമുക്ക് ആ ദിവസത്തിലേക്ക് ഒന്ന് തിരിച്ചു പോകാം. ഗോഡൂറിയ എന്ന ബോട്ടിലായിരുന്നു ഇവർ യാത്ര ചെയ്തിരുന്നത്. വെറും ഒരു ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കാൻ ഇറങ്ങിയ ടൂറിസ്റ്റുകൾ എന്നാണ് ഇവർ ലോകത്തോട് പറഞ്ഞിരുന്നത്. എന്നാൽ സത്യം അതായിരുന്നില്ല. ആ ബോട്ടിലുണ്ടായിരുന്ന 23 പേരിൽ 19 പേരും ഇന്റലിജൻസ് ഏജന്റ്മാരായിരുന്നു. 13 പേർ മൊസാദിൽ നിന്നും, ബാക്കി ഇറ്റാലിയൻ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ നിന്നും. ഇത്രയധികം സ്പൈകൾ ഒരേ സ്ഥലത്ത് എന്തിനു ഒത്തുകൂടി? അവിടെയാണ് ഇറ്റാലിയൻ കണക്ഷൻ വരുന്നത്. ഇറാൻ തങ്ങളുടെ ഡ്രോൺ സാങ്കേതിക വിദ്യയും മിസൈൽ പാർട്സുകളും യൂറോപ്പിലേക്ക് കടത്തുന്നത് ഇത് തടയാനുള്ള ഒരു ജോയിന്റ് ഓപ്പറേഷൻ ഡിസ്കസ് ചെയ്യാനായിരുന്നു ആ മീറ്റിംഗ് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. സ്വിസ് ബോർഡറിനടുത്തുള്ള ഈ തടാകത്തിന് സമീപം ഇറാനുമായി ബിസിനസ് ബന്ധമുള്ള റഷ്യൻ ഒളിഗാർക്കുകൾ താമസിക്കുന്നുണ്ട്. അവരെ നിരീക്ഷിക്കുക എന്നതായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യം. ഇപ്പോൾ 2026 നമ്മൾ നിൽക്കുമ്പോൾ മധ്യപൂർവേഷ്യയിലെ സാഹചര്യം വളരെ കടുത്തതാണ്. ഇറാനും ഇസ്രായേലും നേരിട്ടുള്ളൊരു യുദ്ധത്തിന്റെ വക്കിലാണ്. ഇസ്രായേൽ ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കെതിരെ കടുത്ത ആക്രമണം നടത്തുന്നതും ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചതുമെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ മൊസാദ് ചീഫ് എന്തിനാണ് ഈ പഴയ മരണം ഇപ്പോൾ ഓർത്തെടുത്തത്? അതിന്റെ ഉത്തരം സൈക്കോളജിക്കൽ വാർഫെയർ എന്നാണ്. ഇറാനോട് ഇസ്രായേൽ പറയാതെ പറയുന്നത് ഇതാണ്: നിങ്ങളുടെ ഏറ്റവും വലിയ സീക്രട്ടുകൾ ചോർത്താൻ ഞങ്ങൾ വർഷങ്ങൾക്ക് മുൻപേ നിങ്ങളുടെ തൊട്ടടുത്ത് എത്തിയിരുന്നു. ഞങ്ങളുടെ ഏജന്റുമാർ ജീവൻ നൽകിയും ആ ദൗത്യം പൂർത്തിയാക്കിയിട്ടുണ്ട്. പലസ്തീൻ ക്രോണിക്കൽ നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേലിനുള്ളിൽ തന്നെ ഇറാൻ സ്വാധീനമുള്ള ചാരന്മാരെ പിടികൂടുന്ന വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. സ്വന്തം ഏജന്റുമാരുടെ വീരഗാഥകൾ പുറത്തുവിട്ടുകൊണ്ട് മൊസാദ് തങ്ങളുടെ പ്രതിച്ഛായ വീണ്ടെടുക്കാൻ ശ്രമിക്കുകയാണ്. ഇറ്റാലിയൻ മാധ്യമമായ എൽ മെസാഗറോ ഒരു പുതിയ തിയറി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ ബോട്ട് മറിഞ്ഞത് വെറും ഒരു പ്രകൃതിക്ഷോഭം മൂലമാണോ, അതോ അതിന് പിന്നിൽ ഇറാൻ ഇന്റലിജൻസ് ഉണ്ടായിരുന്നു? ബാർണിയയുടെ വാക്കുകൾ ആ സംശയം ബലപ്പെടുത്തുന്നുമുണ്ട്. ആ ചെറിയ കാറ്റിൽ അത്രയും വലിയൊരു ബോട്ട് എങ്ങനെ പെട്ടെന്ന് മറിഞ്ഞു എന്നത് ഇന്നും ദുരൂഹമാണ്. അപകടം നടന്ന ഉടനെ തന്നെ രക്ഷപ്പെട്ട ഇസ്രായേൽ ഏജന്റുമാരെ ഒരു പ്രത്യേക വിമാനത്തിൽ ഇസ്രായേലിലേക്ക് കടത്തിക്കൊണ്ടുപോയി. ഹോസ്പിറ്റൽ റെക്കോർഡുകൾ പോലും അവിടെ ബാക്കി വെച്ചില്ല. ഇറ്റാലിയൻ ഏജന്റുമാരും അവിടെ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷരായി. ഈ ക്ലീനപ്പ് ഓപ്പറേഷൻ തന്നെ അതൊരു അതീവ രഹസ്യ ദൗത്യമായിരുന്നു എന്നതിന് തെളിവാണ്. ഇറാൻ ഫയലിൽ കൊല്ലപ്പെട്ട ഈ ഏജന്റിന് എന്തായിരുന്നു റോൾ? റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ ആയുധ വ്യാപാര ശൃംഖലയെ തകർക്കുന്നതിൽ ഏജന്റ് എം വലിയ വിജയം നേടിയിരുന്നു. ഇറാനിലെ മിലിറ്ററി സൈറ്റുകളുടെ രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുന്നതിലും അദ്ദേഹം പ്രധാനിയായിരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷവും ആ വിവരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇസ്രായേൽ ഇപ്പോൾ ഓപ്പറേഷൻ റോറിംഗ് ലൈൻ തുടരുന്നത്. ഇറ്റാലിയൻ ഗവൺമെന്റ് ഇപ്പോൾ ഇസ്രായേലുമായുള്ള ചില പ്രതിരോധ കരാറുകൾ സസ്പെൻഡ് ചെയ്ത വാർത്തയും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. സ്വന്തം മണ്ണിൽ വിദേശ ചാരന്മാർ വന്ന് ഓപ്പറേഷൻ നടത്തുന്നത് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലണിയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇത് യൂറോപ്പും ഇസ്രായേലും തമ്മിലുള്ള ഡിപ്ലോമാറ്റിക് ബന്ധങ്ങളെയും ബാധിച്ചിരിക്കുകയാണ് എന്ന് മനസ്സിലാകുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചാരപ്രവർത്തികളുടെ അല്ലെങ്കിൽ സ്പൈകളുടെ ലോകം വളരെ ഇരുണ്ടതാണ്. ഇവിടെ സൗഹൃദങ്ങളില്ല, സ്ഥിരമായ ശത്രുക്കളില്ല. ഇറ്റലിയും ഇസ്രായേലും ഒന്നിച്ച് ഒരു മിഷൻ നടത്തി. പക്ഷേ അപകടമുണ്ടായപ്പോൾ ഓരോരുത്തരും അവരവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു.
കൊല്ലപ്പെട്ട ഷിമോണിയെ ഇസ്രായേലിൽ ഒരു ഹീറോയെ അടക്കം ചെയ്തു. എന്നാൽ അദ്ദേഹത്തിന്റെ പേര് പോലും ഔദ്യോഗികമായി പുറത്തുവിടാൻ വർഷങ്ങളെടുത്തു. ഇതാണ് ഒരു സ്പൈയുടെ ജീവിതം. അവർ നിശബ്ദമായി പ്രവർത്തിക്കുന്നു, നിശബ്ദമായി മരിക്കുന്നു. അപ്പോൾ ലേക്ക് മാഗിയോറയിലെ ആ ശാന്തമായ വെള്ളത്തിനടിയിൽ ഇനിയും എത്ര രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടാകാം? മൊസാദ് ചീഫ് ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ നടത്തിയത് ഒരു വലിയ യുദ്ധത്തിന്റെ മുന്നോടിയായിട്ടാണോ, അതോ വെറും ഒരു രാഷ്ട്രീയ നീക്കമാണോ? വരും ദിവസങ്ങളിൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് കൂടുതൽ ഞെട്ടിക്കുന്ന വാർത്തകൾ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.